നമുക്കൊന്ന് തായ്ലൻഡ് വരെ പോയി വന്നാലോ? മാസങ്ങൾക്കൊടുവിലുള്ള പ്ലാനിങ്ങിന് ശേഷമാണ് ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്ഥലം തായ്ലൻഡ് ആണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത്. ബാലി, മലേഷ്യ എന്നിങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തവണ തായ്ലൻഡ് മതി എന്നുള്ള തീരുമാനം എൻ്റേതായിരുന്നു. അപ്പൂസ് കൂടെയുള്ളത് കാരണം താമസവും ഇടയിലെ യാത്രകളെല്ലാം ഞങ്ങളൊരു ട്രാവൽ ഏജന്റ് വഴി ബുക്ക് ചെയ്തിരുന്നു. 12 മണിക്കടുത്തുള്ള എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ചെന്നിറങ്ങുന്നതിന് മുന്നേ തായ് ഭക്ഷണം കഴിക്കാനുള്ള ആക്രാന്തം ഇതോടെ തീർന്നു. ഇതൊക്കെ കഴിച്ചു തീർക്കാൻ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വന്നു. ഇവിടുന്ന് രാത്രി പുറപ്പെട്ട ഫ്ലൈറ്റ് രാവിലെ ഏകദേശം ഒരു 5:30 തായ്ലൻഡ് ബാങ്കോക്ക് എയർപോർട്ടിൽ ചെന്നു. ഞങ്ങൾ ചോദിച്ച പ്രകാരം ഡ്രൈവർ ഞങ്ങളെ ഫ്രഷ്നപ്പ് ആവാനുള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ പോലും ഉറങ്ങാനുള്ള സമയമില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് ഇന്ന് തന്നെ പട്ടായയിലേക്ക് പോകണം. ഫ്രഷനപ്പ് ആവാൻ കിട്ടിയ മുറിയിൽ നിന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ. കുളിച്ച് റെഡിയായ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. മെനുവിൽ കൂടുതലും തായ് ഭക്ഷണങ്ങളായിരുന്നു. എന്നാൽ രുചിയുടെ കാര്യത്തിലൊട്ടും കോംപ്രമൈസ്ഡും ആയിരുന്നില്ല. ബോട്ട് വരുന്ന പിന്നെ നേരെ പട്ടായ ഹോട്ടലിലേക്ക് ഒരു നല്ല കോഫിയൊക്കെ കുടിച്ച് നമ്മുടെ ആദ്യത്തെ സ്ഥലം, അതായത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൂസും മുകേഷും കൂടെ റെഡിയായി. ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. മൊത്തമായിട്ട് മരത്തിലാണ് പണിതിരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു തായ് ഗൈഡിൻ്റെ സഹായത്തോടെ അതിനകത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റി. യാതൊരു ജെൻഡർ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഇരുന്ന് കഠിനാധ്വാനം ചെയ്യുന്നു. ഇതിന് പിന്നിലെ ഹിസ്റ്ററിയും കാര്യങ്ങളും അതുപോലെ തന്നെ പടുത്തുയർത്താൻ അവരുപയോഗിച്ചിട്ടുള്ള പല മെക്കാനിസങ്ങളും ഈ ഗൈഡ് ഞങ്ങൾക്ക് നന്നായി വിവരിച്ചു. He's already passed away 20 years ago, and he has 3 mother pieces of museum. The first one he was built. So on this table here, these are the real Thai drywood technique that's we use for locking the wood together inside there. But this one is smaller than inside 10 times. Okay, I show for you for the example. Okay, everybody, the museum as for launch of us called Hanuman. Hanuman represents 2 good sides. മ്യൂസിയത്തിനകത്ത് നമുക്ക് പല പുരാണ ഇതിഹാസങ്ങളെയും കാണാൻ സാധിക്കും. ഈ കൊത്തുപണികൾക്ക് ഓരോന്നിനും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും ഭംഗിയുണ്ട്. പുറത്തെ പോലെ അകത്തെ കാഴ്ചകളും അതിമനോഹരം. മ്യൂസിയത്തിന് പുറത്തെ കാഴ്ചകളിൽ ഏറ്റവും ആകർഷണീയമായ കാഴ്ചയാണിത്. സ്വർണ്ണ ഇലകൾ തൂങ്ങുന്നത് പോലെയുള്ള ഒരു ആൽമരം. ചൂടത്ത് കുഞ്ഞിനെയും കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു ബഗ്ഗി പിടിച്ച് പാർക്കിംഗ് ഏരിയയിലോട്ട് ഞങ്ങൾ ചെന്നു. പുറത്ത് ഇരിക്കാനായി നല്ല സ്പേസ് ഉണ്ട്. മാത്രമല്ല നമുക്കടുത്ത് കുറേ ആനിമൽസിനെയും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. അതിനുശേഷം ഞങ്ങൾ പോയത് ജം മ്യൂസിയമാണിത്. ചെറിയൊരു ഷോപ്പിങ്ങിന് ശേഷം ഇനി നേരെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക്. ഇത്രയും ഹൈറ്റുള്ള ബിൽഡിങ്ങിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാട്ടോ ഇത്. നമുക്ക് പട്ടായ മൊത്തം കാണാമെന്നാണ് പറയുന്നത്. ചുറ്റിലും നടന്ന് കാണാൻ പറ്റും നമുക്ക്. ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പൂസ് കിടന്നുറങ്ങി. ഇതിന് ചുറ്റിലും നടന്നാൽ കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൂസ് ഉറങ്ങിയത് കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അടുത്ത വ്യൂ പോയിന്റ് കാണാൻ പോയത്. അത് ഒരു ബുദ്ധ ടെമ്പിളാണ്. കുറേ പടികൾ കയറിയ ശേഷം നമുക്കൊരു വലിയ ബുദ്ധനെ കാണാം. ഇവിടെ ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക്. അവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചേട്ടനും ചേച്ചീനെയുമാണ്. ഇനി ആർട്ട് ഇൻ പാരഡൈസിലോട്ട്. ഇവിടെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. കുറേ ചിത്രങ്ങൾ, അതുപോലെ അവരുടെ ഒരു 3D ആപ്പ് ഉപയോഗിച്ച് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ 3D ആയിട്ട് കാണാൻ പറ്റും. ഇത് വളരെ വലിയൊരു ഗാലറിയാണ്. പക്ഷേ എല്ലാവരും ടയേർഡായത് കാരണം ഞങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് പിടിക്കാനോ അതുപോലെ കുറേ സമയം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനോ പറ്റിയില്ല.
ഡിന്നറിന് ശേഷം ഞാൻ പട്ടായ കാണാനൊന്ന് തനിയെ ഇറങ്ങി. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ പോലെ ഇവിടുത്തെ ടുക് ടുക് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടികളാണ്. ഇതിൽ നമുക്ക് 20 ബാത്തോളം പൈസ കൊടുത്തു കഴിഞ്ഞാൽ പോയി വരാൻ വേണ്ടി സാധിക്കും. പിന്നെ അവിടെ അടുത്തുള്ള സെൻട്രൽ പട്ടായ മോളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. മോളിൽ പുറത്തായി വെച്ചിരിക്കുന്ന ഫുഡ് കൗണ്ടേഴ്സാണിത്. കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി നേരെ റൂമിലോട്ട്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്. എഴുന്നേക്കാൻ വൈകിയത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ മിസ്സായി. അപ്പോൾ വഴിയിൽ നിന്നുള്ള 7-Eleven ഷോപ്പിൽ നിന്ന് കുറച്ച് സാൻഡ്വിച്ചസും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതാണ് നോങ്നൂച്ച് വില്ലേജ്. ഒരു നല്ല ബൊട്ടാണിക്കൽ പാർക്ക് കൂടിയാണ്. എന്നെ പോലെ ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു പാരഡൈസ് എന്ന് തന്നെ ഈ സ്ഥലത്തിനെ പറയാം. ഒരുപാട് അഡീനിയം ചെടികൾ, അതുപോലെ തന്നെ കാക്ടസുകൾ, ഫേൺസ്, അതുപോലെ തന്നെ കുറേ ട്രോപ്പിക്കൽ പ്ലാന്റ്സ്, എല്ലാത്തിൻ്റെയും അപൂർവമായിട്ടുള്ള കളക്ഷൻ. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്. ആരായാലും ഇതൊക്കെ കണ്ടാൽ വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ബൊട്ടാണിക്കൽ ഗാർഡൻ മൊത്തം ചുറ്റിക്കാണാൻ സഫാരി ബസ്സുകളുണ്ട് ഇവർക്ക്. അപ്പോൾ അതിൽ നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോഴേക്കും ഓരോ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന സ്ഥലത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇപ്പം നമ്മൾ കാണുന്നത് ബോൺസായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ പല പല ചെടികൾ, അതായത് അഡീനിയം വെച്ചിരിക്കുന്ന ഒരു ഫുൾ ഏരിയ, അതുപോലെ സ്റ്റാർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന ഫുള്ളൊരു ഏരിയ, അതുപോലെ ഫേൺസ് ഇരിക്കുന്ന ഏരിയ, ഇങ്ങനെ ഓരോ ഏരിയയിലോട്ടും ഓരോ നമ്മൾ ബസ്സിൽ കൊണ്ടുപോകും. ബൊട്ടാണിക്കൽ പാർക്ക് കണ്ടതിന് ശേഷം ജുറാസിക് പാർക്ക് പോലെ കുറേ ഡൈനോസും കാര്യങ്ങളും വലിയ ഡൈനോ സ്റ്റാച്യൂസൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ ബസ് പോകും. ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇറങ്ങി കയറിയപ്പോഴേക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബസ് ഞങ്ങൾക്ക് മിസ്സായി. ഇപ്പം വേറെ ഏതോ ഭാഷയാണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയാം ഇവിടെ ഓർക്കിഡുകൾ പൂത്തിരിക്കുന്നത് കാണാൻ. എല്ലാ നിറത്തിലും എല്ലാ തരത്തിലുമുള്ള ഓർക്കിഡുകൾ കാണാം. രണ്ട് പേര് ഇവിടെ സൂപ്പർ ചില്ലിങ് ആണ്. പിന്നെ ലഞ്ച്. ഇതാണ് നോങ്നൂച്ച് ഷോ. നല്ല കളർഫുള്ളാണ്. അവരുടേതായ നൃത്തം, അതുപോലെ തന്നെ വേറെ കുറേ കലാരൂപങ്ങൾ എല്ലാം നമുക്ക് കാണാം. ഷോ ഭയങ്കര കളർഫുള്ളായിരുന്നു. പല നിറത്തിലുള്ള ലൈറ്റുകൾ. ഇതിൻ്റെ കൂടെ തന്നെ എലിഫൻറ്റ് ഷോക്കുള്ള പാസ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് നമുക്ക് എലിഫൻറ്റ് ഷോ കാണാം. ആന ഫുട്ബോൾ കളിക്കുന്നു, ആന പടം വരയ്ക്കുന്നു, ആന ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. അങ്ങനെ മനുഷ്യന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും ആനയെ കൊണ്ട് ചെയ്യിക്കുന്നു. പക്ഷേ ഒരു തരത്തിൽ ഈ ആനകളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഇവരുടെ കയ്യിൽ ഇങ്ങനെ തോട്ടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് അടിയും കൊടുക്കുന്നുണ്ട്. അവിടെ കാറുകളുടെ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ടൈഗർ പാർക്കിൽ പോയി സ്മോളസ്റ്റ് ടൈഗറിനെ കാണും. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഒരു വഴി ഞങ്ങൾ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ തോണിയിൽ പോയി. ഇത്രയും ചെറിയ തോണിയിൽ ആദ്യം ആയതുകൊണ്ടാണെന്നോ അറിയില്ല, പക്ഷെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ അറിയാതെ എടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കരയിലെത്തുമ്പോഴേക്കും ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. മുതലയും തവളയും പാറ്റയും പുഴുവും എല്ലാം ഇവിടെ കഴിക്കാൻ കിട്ടും. ഇവിടുന്ന് കഴിച്ച മാംഗോ സ്റ്റിക്കി റൈസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റി ആയിരുന്നു. ഇനി അടുത്തത് നേരെ നമുക്ക് അൽക്കാസർ ഷോ കാണാൻ പോവാം. പട്ടായയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാബ്ര ഷോ ആണ് അൽക്കാസർ ഷോ. പക്ഷേ ഇവിടെ അവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് ഒന്നും കാണിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫോ വീഡിയോഗ്രാഫോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ പകർത്തിയിട്ടുള്ളൂ. അത് നമുക്ക് കാണാം. But ready to see the set for
ഷോന് ശേഷം നമുക്ക് റോഡിൽ 500 ബാത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. ഇതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് പ്ലാറ്റിനം മോളിലേക്കാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.